ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് വൈകുന്നേരം മുട്ട മാഗിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഒരു ഉള്ളിയും തക്കാളി എടുക്കാം. പിന്നെ പച്ചമുളക്, ഇവിടുത്തെ പച്ചമുളകൊക്കെ ഭയങ്കര എരിവായതുകൊണ്ട് ഒന്നെടുക്കണോ രണ്ടെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ പിന്നെ എനിക്കും കൂടി കഴിക്കാനുള്ളത് കൊണ്ട് ഒന്നെടുത്തു. ഉള്ളിയും പച്ചമുളകും വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയെടുക്കുക. അതിനുശേഷം ഉള്ളി ചെറുതാക്കി മുറിക്കുക. ഞാൻ ചെറുതാക്കിയിട്ടാണ് മുറിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിന് മുറിക്കുക കേട്ടോ. അപ്പോൾ മുട്ട മാഗി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് മാഗിയാണ്. അപ്പം മാഗി എടുക്കുക. സാധാരണ മാഗി നമ്മൾ വേവിക്കാറില്ല, അതേപോലെ 2 കപ്പ് വെള്ളം ഒഴിച്ച് മാഗി വേവിക്കാനിടുക. പക്ഷെ അതിന് മുന്നേ ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കാപ്പി വീണ്ടും ചായ ആക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഭർത്താവ് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതേ വിശക്കുന്നേ പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ എൻ്റെ പരീക്ഷണങ്ങളൊന്നും കൂടുതൽ ആൾ താങ്ങാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാഗി ഇടുക. പക്ഷെ ഞാൻ കൂടുതൽ തിളയ്ക്കാൻ നിന്നില്ല, എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം മാഗി ഇട്ടു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നു, മാഗി ആദ്യം പൊടിച്ചിട്ട് വേണം ഇടാൻ. ഞാൻ പൊടിക്കാതെ ഇട്ടു. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡേറ്റ് എങ്ങാനും മാഗിയുടെ കഴിഞ്ഞിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാനതിരുന്ന് വായിച്ച് നോക്കിയിരുന്നു. പക്ഷെ ഡേറ്റൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഒരു പാൻ എടുത്ത് ആദ്യം അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഉള്ളിയും പച്ചമുളകും ഇട്ട് ആദ്യം വഴറ്റി കൊടുക്കണം. അത് നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇടാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ടേസ്റ്റിന് വേണ്ടി ഇത്തിരി ഇഞ്ചി ചേർത്തുണ്ട്, അത് ആദ്യം ഇടാൻ മറന്നുപോയി. പിന്നെ ഇഞ്ചി കുറച്ച് വേണ്ടവർക്ക് ചേർത്താം, അല്ലാത്തവർക്ക് ചേർത്തണ്ട. ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ചേർത്തി കൊടുക്കുക. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി ഇഞ്ചി ചെറിയ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ടിടാം. ഉള്ളി നന്നായി വെന്തതിന് ശേഷം തക്കാളി അതിലേക്ക് ചേർത്താം. പിന്നെ 2 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. ആവശ്യാനുസരണം മുട്ട എടുക്കാം കേട്ടോ. പിന്നെ ബാക്കി വന്ന മാഗിയുടെ പൗഡർ തന്നെ ഞാൻ അതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർത്താം. അതിനുശേഷം മുട്ട അതിനകത്ത് പൊട്ടിച്ചൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. മുട്ട ഒരുവിധം വെന്തതിന് ശേഷം മാത്രമേ മാഗി അതിലേക്ക് ഇടാൻ പാടുള്ളൂ. കുറച്ച് നന്നായി ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ ഇവിടെ, കാരണം ഞങ്ങൾ ഒരുപാട് ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. മാഗി നേരത്തെ പറഞ്ഞില്ലേ, പൊട്ടിക്കാതെ ഇട്ടതുകൊണ്ട് ഭയങ്കര കട്ടിയായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ആക്കുന്ന സമയത്ത് മാഗി നന്നായി പൊടിച്ചതിന് ശേഷം മാത്രം വെള്ളത്തിലിട്ടിട്ട് വേവിക്കുക. പിന്നെ മുട്ടയും മാഗിയും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടും നന്നായി വെന്തതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാനിത് വൈകുന്നേരം ചായക്കൊപ്പമാണ് കഴിച്ച് നോക്കിയത്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ മാഗി കഴിക്കുന്നതിനേക്കാൾ നന്നായിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. മുട്ട മാഗി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാഗി അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയാം, എന്നാലും മുട്ട മാഗി സൂപ്പറായിട്ടുണ്ട്. നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.